E20 പെട്രോൾ അഥവാ എഥനോൾ 20% കലർത്തിയ പെട്രോൾ. എന്താണ് എഥനോൾ? എന്തിനാണ് 20% എഥനോൾ പെട്രോളിൽ കലർത്തുന്നത്? ഇങ്ങനെ ചെയ്താൽ, അതായത് E20 പെട്രോൾ ഉപയോഗിച്ചാൽ വാഹനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്കൊന്ന് വിശദമായി തന്നെ ഇന്നത് നോക്കാം. E20 എന്നത് ലളിതമായി പറഞ്ഞാൽ 80% പെട്രോളും 20% എഥനോളും ചേർന്ന ഇന്ധനമാണ്. ഇന്ത്യയിൽ എഥനോൾ കലർന്ന പെട്രോൾ പുതിയ കാര്യമല്ല. പക്ഷെ 20% എന്ന തോതിലേക്ക് എത്തിയത് വലിയ മാറ്റം തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പെട്രോൾ വിപണിയിൽ E20 ആണ് സാധാരണ നിലവാരം. 2025 ഡിസംബറോടെ ഇന്ത്യ 20% എഥനോൾ ബ്ലെൻഡിംഗ് എന്ന ലക്ഷ്യം കൈവരിച്ചിരിക്കുകയാണ്. നേരത്തെ 2030 ആയിരുന്നു ലക്ഷ്യമെങ്കിൽ 5 വർഷം മുൻപേ തന്നെ കൈവരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നിന്നാണ് വിവാദവും തുടങ്ങുന്നത്. E20 ശരിക്കും വാഹനങ്ങൾക്ക് നല്ലതാണോ? മൈലേജ് കുറയുമോ? പഴയ വാഹനങ്ങളുടെ എഞ്ചിന് പ്രശ്നമുണ്ടാകുമോ? എന്തുകൊണ്ടാണ് സർക്കാർ E20 ശക്തമായി പിന്തുണയ്ക്കുന്നത്? അതിലും പ്രധാനമായി സർക്കാർ പറയുന്നതും വാഹന ഉടമകൾ പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതെല്ലാം നമുക്കിന്ന് പരിശോധിക്കാം. ആദ്യം, എന്താണ് എഥനോൾ? കരിമ്പ്, ചോളം, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് നിർമ്മിക്കാവുന്ന ഒരു ബയോ ഫ്യൂവലാണ് എഥനോൾ. പെട്രോളിൽ എഥനോൾ കലർത്തുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുക എന്നത്. 2, വിദേശ നാണയ ചെലവ് കുറയ്ക്കുക എന്നത്. 3, കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക എന്നത്. ഇതിനൊക്കെ പുറമെ കർഷകർക്ക് ഒരു അധിക വിപണി സൃഷ്ടിക്കാനും എഥനോൾ ബ്ലെൻഡിംഗ് സഹായിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം 2014-15 മുതൽ എഥനോൾ ബ്ലെൻഡിംഗ് പദ്ധതിയിലൂടെ വലിയ വിദേശ നാണയ ലാഭവും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളലിൽ കുറവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം മറ്റൊരിടത്താണ്. E20 വാഹനങ്ങൾ എങ്ങനെ ബാധിക്കും? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത്. എഥനോളിന് പെട്രോളിനേക്കാൾ കുറഞ്ഞ കലോറിഫിക് വാല്യൂ, അതായത് ഒരേ അളവിൽ പെട്രോളിനെ അപേക്ഷിച്ച് കുറവ് എനർജിയാണ് ഉള്ളത്. അതുകൊണ്ട് പെട്രോളിലെ എഥനോൾ അളവ് കൂടുമ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി അഥവാ മൈലേജ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ കേന്ദ്ര സർക്കാരും നിഷേധിക്കുന്നില്ല. 2026 ജൂലൈയിൽ പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ പഴയ E10 വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ ഏകദേശം 3 മുതൽ 5% വരെ ഫ്യൂവൽ എഫിഷ്യൻസി കുറയാൻ സാധ്യതയുണ്ടെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ്. നിതിൻ ഗഡ്കരിയും ഇതേ കാര്യം അംഗീകരിച്ചിട്ടുമുണ്ട്. എഥനോളിന്റെ എനർജി കണ്ടന്റ് പെട്രോളിനേക്കാൾ കുറവായതിനാൽ മൈലേജിൽ ചെറിയ കുറവുണ്ടാകുമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത്. ഇവിടെയാണ് E20 വിവാദത്തിന്റെ മറ്റൊരു വശം. വാഹന ഉടമകളിൽ ഒരു വിഭാഗം പറയുന്നത് മൈലേജ് കുറഞ്ഞു, വാഹനത്തിന്റെ പെർഫോമൻസ് മാറി എന്നിങ്ങനെ മാത്രമല്ല, E20 ഉപയോഗിച്ച പല വണ്ടികൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. വണ്ടിയുടെ എഞ്ചിനെ ബാധിക്കുന്നു എന്നെല്ലാം പലരും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് E20ക്ക് മുൻപ് നിർമ്മിച്ച പഴയ വാഹനങ്ങളെ കുറിച്ചാണ് ആശങ്ക. അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പഴയ വാഹനങ്ങൾക്ക് E20 സുരക്ഷിതമാണോ? പുതിയ E20 കോമ്പാറ്റബിൾ വാഹനങ്ങൾ E20 ഫ്യൂവൽ കണക്കിലെടുത്താണ് ഡിസൈൻ ചെയ്യുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും. പക്ഷെ പഴയ വാഹനങ്ങളെല്ലാം ഒരേ രീതിയിലല്ല. അവയിൽ ചിലത് E10 പോലുള്ള കുറഞ്ഞ എഥനോൾ ബ്ലെൻഡ് കണക്കിലെടുത്തായിരിക്കാം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ E20 പെട്രോൾ പഴയ വാഹനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഗുരുതര പ്രശ്നങ്ങൾ വാഹനങ്ങളെ ബാധിച്ചേക്കാം. രാജ്യത്തെ എത്ര ശതമാനം പഴയ വാഹനങ്ങൾ പൂർണ്ണമായും E20 കോമ്പാറ്റബിൾ ആണെന്നതിന്റെ പ്രത്യേക അസസ്മെന്റ് സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് വിമർശകർ ചോദ്യം ചെയ്യുന്ന പ്രധാന വിഷയം. വാഹനങ്ങൾ എത്രത്തോളം കോമ്പാറ്റബിൾ ആണെന്ന് കൃത്യമായി അറിയില്ലെങ്കിൽ എല്ലാവർക്കും ഒരേ ഫ്യൂവൽ നിർബന്ധമാക്കുന്നത് ശരിയാണോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഇവിടെ ജനങ്ങൾക്ക് തന്റെ സ്വന്തം വാഹനത്തിൽ ഏത് പെട്രോൾ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവസരം നൽകാതിരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ പോരെ എന്നതാണ്. പിന്നെ എന്തിനാണ് പെട്രോളിൽ എഥനോൾ കലർത്തി E20 ആക്കുന്നത് എന്നത്? ഒരു വശത്ത് സർക്കാർ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, മറുവശത്ത് രാജ്യത്തെ പെട്രോൾ E20യിലേക്ക് മാറ്റുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യം എന്താണ്? എല്ലാ വാഹനങ്ങളും EV ആക്കുക എന്നതാണോ? അതോ പെട്രോൾ വാഹനങ്ങൾ ഇനിയും തുടരണമെന്ന് കണക്കാക്കി അതിൽ എഥനോൾ ചേർക്കുകയാണോ? ഇനി നിതിൻ ഗഡ്കരിയുടെ വാദം, E20യെ വെറും ഒരു ഫ്യൂവൽ പോളിസിയായി കാണരുതെന്നാണ് ഗഡ്കരി പറയുന്നത്. ഇത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇന്ത്യക്ക് ഓരോ വർഷവും വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. അതിനാൽ വിദേശ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ആഭ്യന്തരമായി നിർമ്മിക്കാവുന്ന എഥനോൾ പോലുള്ള ഫ്യൂവലുകൾ ഉപയോഗിക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം.
കർഷകരെ ഫുഡ് പ്രൊവൈഡേഴ്സ് എന്നതിൽ നിന്ന് എനർജി പ്രൊവൈഡേഴ്സ് ആക്കുകയാണ് എത്തനോൾ പോളിസിയുടെ മറ്റൊരു ലക്ഷ്യമെന്നും ഗഡ്കരി പറയുന്നു. അതായത് സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ E20 എന്നത് കർഷകർ, വിദേശ നാണയം, ക്രൂഡ് ഓയിൽ ഇറക്കുമതി, പരിസ്ഥിതി, എനർജി ഇൻഡിപെൻഡൻസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ പോളിസിയാണ്. പക്ഷെ ചോദ്യം മറ്റൊന്നാണ്, ഇതിന്റെ ചെലവ് ആരാണ് വഹിക്കുക എന്നത്. അതായത് മൈലേജ് കുറയുകയാണെങ്കിൽ വാഹന ഉടമയ്ക്ക് കൂടുതൽ തവണ പെട്രോൾ അടിക്കേണ്ടി വരും എന്നത് സ്വാഭാവികമാണ്. അങ്ങനെ വന്നാൽ ലിറ്ററിന് വില കുറയാത്ത സാഹചര്യത്തിൽ ഒരു ഉപഭോക്താവിന്റെ യഥാർത്ഥ ഫ്യൂവൽ കോസ്റ്റ് കൂടില്ലേ? തീർച്ചയായും കൂടും. ഇതാണ് E20ക്കെതിരായ പ്രധാന സാമ്പത്തിക വാദം. കൂടാതെ പഴയ വാഹനങ്ങളിൽ ഫ്യൂവൽ സിസ്റ്റം കോമ്പാറ്റബിലിറ്റി സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങൾക്കുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കും.